ഹായ്, എല്ലാവർക്കും സകലം യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എയർ പമ്പുകളെ കുറിച്ചാണ് ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. എൻ്റെ മുന്നിൽ ഒരുപാട് എയർ പമ്പുകൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഹെയ്ലിയ എന്ന് പറഞ്ഞ കമ്പനിയുടെ വിവിധ മോഡലിലുള്ള HAP60 മുതൽ 200 വരെയുള്ള നോർമൽ എയർ പമ്പുകൾ, അതുപോലെ തന്നെ ബാക്കപ്പ് ഉള്ള പിന്നെ ഒരു മോഡലും ഇവിടെ ഞാൻ വെച്ചിട്ട് നിങ്ങൾക്ക് താഴെ കാണാൻ പറ്റും. CPA 100 എന്ന് പറയുന്ന ഒരു മോഡലാണ്. അത് ബാക്കപ്പ് ഉള്ള ഒരു ഐറ്റം എയർ പമ്പാണ്. അതുപോലെ തന്നെ നമ്മൾ അക്വേറിയങ്ങളിൽ, ചെറിയ അക്വേറിയങ്ങളിലൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന പിന്നെ എയർ പമ്പും എൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു സംഗതി എന്ന് പറയുന്നത്, പലപ്പോഴും എന്നോട് ഒരുപാട് ആളുകൾ ചോദിച്ചൊരു ചോദ്യമാണ്, എന്താണ് ഈ എയർ പമ്പുകൾ തമ്മിലുള്ള മാറ്റം, ഈ മോഡലുകൾ കൊണ്ടൊക്കെ എന്താണ് സൂചിപ്പിക്കുന്നത്, എന്താണ് അതിലുള്ള വ്യത്യാസങ്ങളൊക്കെ എന്നോട് ഒരുപാട് ആളുകൾ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അവർക്കൊക്കെ ഒരു മറുപടി ആയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി സകലം യൂട്യൂബ് ചാനലിൻ്റെ ഈ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. ആദ്യം നമുക്ക് ചെറിയ എയർ പമ്പ് ഒന്ന് നോക്കാം. അക്വേറിയം എയർ പമ്പ് RS ഇലക്ട്രിക്കൽ എന്ന കമ്പനിയുടെ എയർ പമ്പാണ്. അതിൻ്റെ വാട്ട്സ് വരുന്നത് 3 ആണ്. മാക്സിമം ഫ്ലോ എന്ന് പറഞ്ഞത് 2.5 ലിറ്റർ പെർ മിനിറ്റ് ആണ്. RS 518A എന്ന മോഡലിലുള്ള ഒരു എയർ പമ്പാണ്. അപ്പോൾ നമുക്ക് ആദ്യം ഇതൊന്ന് ബോക്സ് പൊട്ടിച്ച് അതിൻ്റെ അകത്ത് എന്താ ഉള്ളത് നോക്കാം. ഏകദേശം ഒരു 120-150 റേഞ്ചിലാണ് ഈ ഒരു എയർ പമ്പിൻ്റെ റേറ്റ് വരുന്നത്. ബ്ലൂ കളറാണ്. ആ ബോക്സിനകത്ത് വേറെ സാധനങ്ങളൊന്നുമില്ല. അതിൽ സിംഗിൾ ഔട്ട്ലെറ്റ് ആണ് വരുന്നത്. ഒരു യെല്ലോ റൗണ്ടിൽ വൈറ്റ് കണക്ഷൻ കാണാൻ പറ്റും. അതിലേക്കാണ് നമ്മൾ പൈപ്പ് കണക്ട് ചെയ്യുക. സൈഡിൽ അതിൻ്റെ സ്വിച്ച് ഉണ്ട്, പവർ ഓഫ് ഓൺ സ്വിച്ച് ഉണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ഒരു ബ്ലൂ ട്രാൻസ്പെറൻറ്റ് കളറാണ്. അതിൻ്റെ അകത്തുള്ള എല്ലാ സാധനങ്ങളും, ട്രാൻസ്ഫോമറും അതുപോലെ തന്നെ അതിൻ്റെ ഡയഫ്രം വർക്കിംഗ് ഒക്കെ നമുക്ക് വളരെ വ്യക്തമായി കാണുന്ന രീതിയിലുള്ള ഒരു ഡിസൈനാണ് ഈ ഒരു മോട്ടറിനുള്ളത്. അതുപോലെ തന്നെ അത്യാവശ്യം ഒരു നീളമുള്ള കേബിൾ അതിൻ്റെ കൂടെ തന്നെ ഉണ്ട്. ഇതിപ്പോൾ സിംഗിൾ ഔട്ട്ലെറ്റ് ഉള്ളതാണ്. സെയിം കമ്പനിയുടെ 2 ഔട്ടുള്ള RS 628A എന്ന് പറയുന്ന ഒരു മോഡൽ എയർ പമ്പാണ്. അതിനേക്കാൾ കുറച്ചും കൂടി പവർ വരും, കാരണം 2 ഡയഫ്രം വെച്ചിട്ടാണ് ഈ ഒരു മോട്ടോർ വർക്ക് ചെയ്യുന്നത്. ഇതിന് ഏകദേശം 250 രൂപയുടെ അടുത്താണ് വില വരുന്നത്. ഇതൊക്കെ ചെറിയ അക്വേറിയങ്ങളിലാണ് നമ്മൾ കാര്യമായിട്ട് ഉപയോഗിക്കാറുള്ളത്. ഇനി നമ്മൾ നോക്കുന്നത് ഹെയ്ലിയ എന്ന് പറഞ്ഞ കമ്പനിയുടെ HAP60 HAP60 എന്ന മോഡലാണ്. ഇതിൻ്റെ വില ഏകദേശം വരുന്നത് 6000 രൂപയാണ് വില വരുന്നത്. അതിൻ്റെ ഒരുപാട് ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ അതിൻ്റെ ബോക്സിൽ തന്നെ അവർ കൊടുത്തിട്ടുണ്ട്. അതിലൊരു ഭാഗത്ത് ഈ കുളവും അതുപോലെ തന്നെ ഈ ഒരു എയർ പമ്പുമായിട്ടുള്ള ദൂരം അറ്റ്ലീസ്റ്റ് 2 മീറ്റർ ആയിരിക്കണം എന്നുള്ളത് അവർ ചിത്രം വരച്ചും അതുപോലെ തന്നെ എഴുതിയിട്ടും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു സംഗതിയാണ്. ഏതായിരുന്നാലും നമുക്ക് അതിൻ്റെ ബോക്സ് ഒന്ന് അയച്ചു നോക്കാം, എന്തൊക്കെയാണ് അതിൻ്റെ അകത്ത് ഉള്ളത് എന്നുള്ളത്. ഒരു കവറിൽ എന്തൊക്കെ കണക്ഷനുകൾ. HAP60 എന്ന മെഷീനാണിത്. അതിൻ്റെ വാട്ട്സ് പറയുന്നത് 45 വാട്ട്സ് ആണ്. അതുപോലെ തന്നെ അതിൻ്റെ വെയിറ്റ് പറയുന്നത് 6 കിലോ ആണ്. 60 ലിറ്റർ പെർ മിനിറ്റ് അത് പുറത്തേക്ക് എയർ തള്ളും എന്നാണ് അതിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ 60 ലിറ്റർ പെർ മിനിറ്റിൽ കൊടുക്കുന്ന ഒരു മെഷീനാണ് HAP60. അതിൽ പവർ കോഡാണ്, അത്യാവശ്യം നീളമുള്ള ഒരു പവർ കോഡാണ്. അതിന് നമുക്കിവിടെ ഈ പിന്നിന് കൺവേർട്ടർ ഉപയോഗിക്കേണ്ടി വരും. ഇതാണ് അതിൻ്റെ ഔട്ട് വരുന്നത്. അതിലൊരു ത്രെഡ് കാണാൻ പറ്റും, അതിലേക്ക് നമുക്ക് കണക്ഷൻ കൊടുക്കേണ്ടതുണ്ട്. ആ കണക്ഷനുകൾ ഈ മോട്ടറിൻ്റെ കൂടെ തന്നെ വരുന്നുണ്ട്. പിന്നെ ഒരു ഭാഗത്ത് അതിൻ്റെ വാർണിങ്സൊക്കെ കൊടുത്തിട്ടുണ്ട്, എന്തൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം.
കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സിംഗിൾ കണക്ടർ, അതുപോലെ തന്നെ അത് മോട്ടറിലേക്ക് കണക്ട് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഒരു പൈപ്പും ത്രെഡ് ഉള്ള ഒരു കണക്ടറുമാണ് ഈ ബോക്സിൻ്റെ അകത്ത് വരുന്നത്. HAP60 60 ലിറ്റർ പെർ മിനിറ്റിലാണ് അതിൻ്റെ എയർ ഫ്ലോ റേറ്റ് വരുന്നത്. 6 കിലോ ഉള്ള ഈ ഒരു മെഷീൻ വർക്ക് ചെയ്യാൻ 45 വാട്ട്സ് ആണ് ആവശ്യമുള്ളത്. അപ്പോൾ ഇനി നമുക്ക് HAP80 ഒന്ന് നോക്കാം. HAP80 എന്ന് പറയുന്നത് അതിൻ്റെ എയർ ഫ്ലോ റേറ്റ് വരുന്നത് 80 ലിറ്റർ പെർ മിനിറ്റ് ആണ്. അത് വർക്ക് ചെയ്യുന്നത് 60 വാട്ട്സിലാണ്. ആ ഒരു മെഷീൻ്റെ വെയിറ്റ് വരുന്നത് 7 കിലോ ആണ്. മെഷീൻ്റെ റേറ്റ് വരുന്നത് 6500 രൂപയാണ്. അപ്പോൾ ഈ മോഡൽ നമ്പറിൽ നിന്ന് തന്നെ അതിൻ്റെ ഒരു എയർ ഫ്ലോ റേറ്റ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. HAP60 60 ലിറ്റർ പെർ മിനിറ്റ് ആയിരുന്നു. HAP80 വരുന്നത് 80 ലിറ്റർ പെർ മിനിറ്റ് ആണ്. അപ്പോൾ ആ ഒരു മോഡൽ നമ്പറിൽ നിന്ന് നമുക്ക് അതിൻ്റെ എയർ ഫ്ലോ മനസ്സിലാക്കാൻ പറ്റും. അതിലും നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ പോണ്ടും അതുപോലെ എയർ മോട്ടറുമായിട്ടുള്ള ദൂരം അറ്റ്ലീസ്റ്റ് 2 മീറ്റർ തന്നെയാണ് പറയുന്നത്. അതുപോലെ അതിൻ്റെ മറ്റുള്ള ഫീച്ചേഴ്സ്, പ്രഷർ, കാര്യങ്ങളൊക്കെ താഴെ കോളത്തിൽ വളരെ വ്യക്തമായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ അകത്ത് HAP60 നിന്നുള്ള ഒരു മാറ്റം, അതിൽ വലുപ്പത്തിന് ചെറിയ മാറ്റമുണ്ട്. പിന്നെ അതിൻ്റെ കൂടുതൽ ആക്സസറീസിൽ കണക്ടറിൽ വരുന്ന ഒരു പ്രധാന മാറ്റം എന്ന് പറഞ്ഞാൽ ഈ സിംഗിൾ കണക്ടറിൽ നേരത്തെ നമ്മൾ 16 എണ്ണമാണ് എണ്ണിയത്. ഇതിൽ നമുക്ക് 20 എണ്ണം കൊടുക്കാൻ പറ്റും. 20 സിംഗിൾ എയർ സ്റ്റോണുകൾ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു HAP80 നിന്ന് നമുക്ക് ഔട്ടായിട്ട് കൊടുക്കാം. അതല്ലെങ്കിൽ നമുക്ക് എയറോക്സി ട്യൂബുകളും കൊടുക്കാവുന്നതാണ്. ഞാൻ ഇതിൻ്റെ കൂടെയുള്ള കണക്ടറുകളുടെ മാറ്റമാണ് പറയുന്നത്. അത്രമാത്രമാണ് കണക്ടറുകളിൽ മാറ്റം വരുന്നത്. പിന്നെ വരുന്നത് ഞാൻ പറഞ്ഞല്ലോ 60 വാട്ട്സിനാണ് ഈ ഒരു മോട്ടോർ വർക്ക് ചെയ്യുന്നത്. 80 ലിറ്റർ പെർ മിനിറ്റ് ആണ് ഇതിൻ്റെ എയർ ഫ്ലോ റേറ്റ് വരുന്നത്. 7 കിലോ ആണ് ഇതിൻ്റെ ഭാരം വരുന്നത്. ഇതാണ് HAP80 എന്ന മോഡൽ. റേറ്റ് ഞാൻ പറഞ്ഞു 6500 ആണ് റേറ്റ് വരുന്നത്. അപ്പോൾ ഇനി നമുക്ക് HAP100 ഒന്ന് നോക്കാം. HAP100 എന്ന് പറഞ്ഞത് 80 വാട്ട്സിന് വർക്ക് ചെയ്യുന്ന ഒരു മെഷീനാണ്. അതിൻ്റെ എയർ ഫ്ലോ റേറ്റ് എന്ന് പറഞ്ഞാൽ 100 ലിറ്റർ പെർ മിനിറ്റ് ആണ്. മെഷീൻ്റെ ഭാരം വരുന്നത് ഏകദേശം 8 കിലോ ഭാരം വരുന്ന ഒരു മെഷീനാണ് ഈ HAP100 എന്ന് പറയുന്നത്. സൈസിലും ചെറിയ മാറ്റമുണ്ട്. പിന്നെ അതിൽ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ കണക്ടറുകളിലുള്ളൊരു മാറ്റം എന്താണെന്നുള്ളത് നമുക്കൊന്ന് അയച്ചു നോക്കാം, വല്ല മാറ്റം ഉണ്ടോ എന്നുള്ളത്. അതിൽ വരുന്നത് കുറച്ചും കൂടി എണ്ണം കൂടിയിട്ടുണ്ട്. സിംഗിൾ എയർ സ്റ്റോണുകൾ കൊടുക്കാനുള്ള കണക്ടറുകളുടെ എണ്ണം ഇത്തിരി കൂടി കൂടിയിട്ടുണ്ട്. ഒരു സൈഡിൽ 13 എണ്ണമാണ് വരുന്നത്. എന്ന് പറഞ്ഞാൽ 26 കണക്ഷൻ നമുക്ക് ഈ ഒരു കണക്ടറിൽ നിന്ന് കൊടുക്കാൻ പറ്റും. അപ്പോൾ ഇതിലുള്ള കൂടെ വരുന്ന ആക്സസറീസിലുള്ള പ്രധാന മാറ്റം എന്ന് പറഞ്ഞാൽ ഈ ഒരു കണക്ടറുകളുടെ എണ്ണം കൂടുന്നുണ്ട് എന്ന് മാത്രം. മറ്റുള്ളതൊക്കെ ഒരുപാട് മാറ്റമുണ്ട് കേട്ടോ. പവറൊക്കെ ഒരുപാട് മാറ്റമുണ്ട്. നമ്മൾ പറഞ്ഞു ഇത് 100 ലിറ്റർ പെർ മിനിറ്റ് ആണ്, മറ്റേത് 80 ലിറ്റർ പെർ മിനിറ്റ് ആയിരുന്നു. HAP60 60 ലിറ്റർ പെർ മിനിറ്റ് ആയിരുന്നു. നമുക്ക് അതിൻ്റെ ആ ഒരു മോഡൽ നമ്പറിൽ നിന്ന് തന്നെ അത് നമുക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. ആ ഒരു അർത്ഥത്തിൽ തന്നെയാണ് അവരതിന് മോഡൽ നമ്പർ കൊടുത്തിട്ടുള്ളത്. ഇനി അതിൻ്റെ നേരെ മേലെ വരുന്നത് HAP120 എന്ന മോഡലാണ്. 120 ലിറ്റർ പെർ മിനിറ്റിൽ എയർ ഫ്ലോ റേറ്റ് ഉള്ള 90 വാട്ട്സിൽ വർക്ക് ചെയ്യുന്ന 9.5 കിലോ തൂക്കമുള്ള ഒരു മെഷീനാണ് HAP120. അത് കഴിഞ്ഞാൽ വരുന്നത് HAP150 ആണ്. 150 എന്ന് പറഞ്ഞത് 130 വാട്ട്സിൽ വർക്ക് ചെയ്യുന്ന 150 ലിറ്റർ പെർ മിനിറ്റ് എയർ ഫ്ലോ റേറ്റ് ഉള്ള 14 കിലോ ഉള്ള ഒരു മെഷീനാണ്. അത് കഴിഞ്ഞിട്ടാണ് HAP200 വരുന്നത്. അപ്പോൾ ഇനി നമ്മൾ അയച്ചു നോക്കുന്നത് HAP200 ആണ്. HAP200 അതിൻ്റെ മോഡൽ നമ്പറിൽ പറയുന്നത് പോലെ തന്നെ 200 ലിറ്റർ പെർ മിനിറ്റ് ആണ് അതിൻ്റെ എയർ ഫ്ലോ റേറ്റ് വരുന്നത്. 160 വാട്ട്സ് ആണ് അതിൻ്റെ പവർ വരുന്നത്. വെയിറ്റ് വരുന്നത് 16 കിലോ ആണ്. HAP120, 150, 200 വരുന്ന കണക്ടറുകൾ 26 സിംഗിൾ എയർ സ്റ്റോണുകൾ കൊടുക്കാൻ പറ്റുന്ന ഒരു കണക്ടറാണ് അതിൻ്റെ കൂടെ വരുന്നത്. നേരത്തെ നമ്മൾ കണ്ട കണക്ടറുകളൊക്കെ മോട്ടറിലേക്ക് കണക്ട് ചെയ്തിരുന്നത് ഒരു പൈപ്പ് ഉപയോഗിച്ചിട്ടാണ്. ഇതിൽ റബ്ബറിൻ്റെ ചെറിയൊരു റെഡ്യൂസർ പോലെയുള്ള ഒരു സാധനം വെച്ചിട്ടാണ് കണക്ട് ചെയ്യുന്നത്. അതിൽ ടൈറ്റ് ആക്കുന്നതിന് വേണ്ടി അതിൻ്റെ കൂടെ തന്നെ ഈ ടൈപ്പിലുള്ള 2 ക്ലിപ്പുകളും അവർ അതിൻ്റെ കൂടെ തന്നെ കൊടുക്കുന്നുണ്ട്. അതുമാത്രമാണ് ആ ബോക്സുകളിൽ നമ്മളൊരു മാറ്റമായിട്ട് കണ്ടിട്ടുള്ളത്. HAP200 റേറ്റ് വരുന്നത് 13,500 ആണ്. HAP150 12,500, HAP120 7,500, HAP100 വരുന്നത് 6,750. ഇതൊക്കെ ഞാൻ ഈ വീഡിയോ എടുക്കുന്ന ദിവസത്തെ റേറ്റുകളാണ്. റേറ്റ് കൂടാനും കുറയാനൊക്കെ സാധ്യതയുണ്ട്, അത് നിങ്ങൾ ശ്രദ്ധിക്കണം. അപ്പോൾ ഇത്രയും നേരം നമ്മൾ കണ്ടുകൊണ്ടിരുന്നത് HAP60, HAP80, HAP100, HAP120, HAP150, HAP200 ഇത്രയും മോട്ടറുകളാണ് ഇപ്പോൾ നമ്മൾ കണ്ടത്. എയർ പമ്പുകളാണ് നമ്മൾ കണ്ടത്.
അപ്പോൾ അതിൻ്റെ കൂടെ വരുന്ന ആക്സസറീസും അതിൻ്റെ പവറും അതിൻ്റെ വാട്ട്സും വെയ്റ്റും എയർ ഫ്ലോ റേറ്റും കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു, അതിൻ്റെ വിലയും നമ്മൾ പറഞ്ഞു. അപ്പോൾ ഇനി വരുന്നത് ബാക്കപ്പ് ഉള്ള ഐറ്റം എയർ പമ്പുകളാണ്. അതും HAP എന്ന മോഡൽ നമ്പറിലല്ല വരുന്നത്. ഹെയ്ലിയ എന്ന് പറഞ്ഞ കമ്പനിയുടെ CPA എന്ന് പറയുന്ന ഒരു മോഡലാണ് ഇനി നമ്മൾ പരിചയപ്പെടുന്നത്. അതിൽ ആദ്യം നമ്മൾ പരിചയപ്പെടുന്നത് CPA 100. നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ മോഡൽ നമ്പറിൽ 100 എന്ന് കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കേണ്ടത് 100 ലിറ്റർ പെർ മിനിറ്റ് ആണ് അതിൻ്റെ എയർ ഫ്ലോ വരുന്നത് എന്നുള്ളതാണ് നമ്മളിന്ന് മനസ്സിലാക്കേണ്ടത്. പിന്നെ അതുപോലെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ 2 മീറ്റർ അറ്റ്ലീസ്റ്റ് 2 മീറ്റർ ദൂരം വേണം പോണ്ടും ഈ മോട്ടറുമായിട്ട് എന്നുള്ളത് ഇതിലും അവർ സൂചിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ആ മോട്ടർ ഒന്ന് പുറത്തെടുത്ത് നോക്കാം. ഇതാണ് ആ ഒരു എയർ പമ്പ് വരുന്നത്. ആ മെഷീൻ്റെ മുകൾ ഭാഗത്ത് ഒരു ഹാൻഡിലുണ്ട്, നമുക്ക് സുഖമായിട്ട് പൊക്കി കൊണ്ട് നടക്കാൻ പറ്റിയ ഒരു മോഡലിലാണ് ആ ഹാൻഡിൽ വെച്ചിട്ടുള്ളത്. നല്ല ഫിനിഷിംഗ് ഉള്ള ബോഡിയാണ്. അതിൻ്റെ അടിഭാഗത്ത് ബാറ്ററിയുടെ ഇൻഡിക്കേറ്റർ ഉണ്ട്, പിന്നെ അതിൻ്റെ ഒരു പവർ കൺട്രോളർ കാണാൻ പറ്റും. അത് കഴിഞ്ഞാൽ 2 ഔട്ട് കാണാൻ പറ്റും. ഇതിൽ ഓരോന്നിലും 50 ലിറ്റർ പെർ മിനിറ്റിലാണ് എയർ ഫ്ലോ വരിക. രണ്ടിലും കൂടിയാണ് 100 ലിറ്റർ പെർ മിനിറ്റ് എന്നുള്ള കണക്ക് കാണിച്ചിട്ടുള്ളത്. ഓരോന്നിലും 50 ലിറ്റർ പെർ മിനിറ്റ് എന്നുള്ള രീതിയിലാണ് എയർ ഫ്ലോ റേറ്റ് വരുന്നത്. CPA 100 ആണ് അതിൻ്റെ മോഡൽ നമ്പർ എന്ന് നമ്മൾ പറഞ്ഞു. അത് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ബാറ്ററിയുടെ ഇൻഡിക്കേറ്റർ നമുക്ക് കാണാൻ പറ്റും. ഇത് കൂട്ടുന്നതിനനുസരിച്ച് എയറിൻ്റെ ഫ്ലോ കൂടുന്നുണ്ട്. അപ്പോൾ അതാ ബാറ്ററിയുടെ 50% ബാറ്ററി അതിലുള്ളൂ. 9 മണിക്കൂറാണ് കമ്പനി പറയുന്നത് ഇതിൻ്റെ ബാറ്ററി ബാക്കപ്പ് വരുന്നത്. 9 മണിക്കൂറാണ് അവർ പറയുന്നത്. അത് നമ്മൾ ആ ഒരു എയർ ഫ്ലോ ആ റെഗുലേറ്റർ വെച്ച് കുറക്കുന്ന സമയത്ത് നമുക്ക് ബാറ്ററിയുടെ ബാക്കപ്പ് എന്ത് ചെയ്യാം, കൂട്ടി കൊണ്ടുവരാൻ പറ്റും. അതിൽ വാട്ട്സ് പറയുന്നത് 22 വാട്ട്സ് ആണ് അവർ ഈ ഒരു മോട്ടറിൻ്റെ വാട്ട്സ് ആയിട്ട് പറയുന്നത്. താഴെ നിങ്ങൾക്ക് കാണാൻ പറ്റും 50 × 2 ലിറ്റർ പെർ മിനിറ്റ് എന്ന് പറഞ്ഞാൽ 2 നോസിലും 2 ഔട്ടിലും കൂടി 50 വെച്ചിട്ടാണ് അതിനെ ഡിവൈഡ് ചെയ്തിട്ടാണ് അതിൻ്റെ എയർ ഫ്ലോ റേറ്റ് വരുന്നത്. അതിൻ്റെ കൂടെയുള്ള കേബിള് ഇതാണ്. CPA 100 എന്ന് പറയുന്ന ഈ ഒരു എയർ പമ്പിൻ്റെ കൂടെ വരുന്നത് 2 കണക്ടറുകളാണ്, 2 സ്പ്ലിറ്ററുകൾ. ഒന്നിൽ 6 സിംഗിൾ എയർ സ്റ്റോണുകൾ കൊടുക്കാൻ പറ്റുന്ന 2 സ്പ്ലിറ്ററുകളുണ്ട്. ആ സ്പ്ലിറ്ററുകൾ മോട്ടറിലേക്ക് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള 2 പൈപ്പുകളും അതിൻ്റെ കൂടെ തന്നെ ഉണ്ട്. നേരത്തെ നമ്മൾ മോട്ടറിൻ്റെ കൂടെ കണ്ട ത്രെഡുള്ള കണക്ടർ ഇതിൻ്റെ കൂടെ ഇല്ല, കാരണം അത് ഇൻബിൽഡ് ആയിട്ട് ഈ മോട്ടറിൽ മെഷീനിൽ തന്നെ കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് അങ്ങനെ ഒരു കണക്ടർ ഇതിൻ്റെ കൂടെ ഇല്ല. CPA എന്ന് പറഞ്ഞാൽ ഈ ഒരു ബാക്കപ്പ് ഉള്ള ഐറ്റത്തിൽ വരുന്ന മറ്റു മോഡലുകളാണ് CPA 60, 80, 100, 120, 160. അതൊക്കെ അതിൻ്റെ എയർ ഫ്ലോ റേറ്റിനനുസരിച്ചാണ് ആ മോഡൽ നമ്പർ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കൊടുത്തിട്ടുള്ളത്. ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്തിട്ടുള്ളത് എയർ പമ്പുകളെ കുറിച്ചാണ്. അതിൻ്റെ പവറ്, എയർ ഫ്ലോ റേറ്റ്, അതിൻ്റെ വില, അതിൻ്റെ വെയിറ്റ് കാര്യങ്ങളൊക്കെയാണ് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്തിട്ടുള്ളത്. നിങ്ങളിന്ന് ഇതിൽ കണ്ട ഏതെങ്കിലും എയർ പമ്പുകൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ നമ്പർ കൊടുക്കുന്നുണ്ട്. അതിലേക്ക് വാട്സപ്പ് ചെയ്ത് കഴിഞ്ഞാൽ കൊറിയർ വഴി നിങ്ങൾക്ക് സാധനം അയച്ചു തരുന്നതാണ്. അപ്പോൾ അടുത്ത വീഡിയോ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ 2ാം ഭാഗമായിട്ട് എയർ കംപ്രസറുകളെ കുറിച്ചാണ് ഞാൻ വീഡിയോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതും കൂടി ഇതിൽ ഉൾക്കൊള്ളിച്ച് കഴിഞ്ഞാൽ വലിയ വീഡിയോ ആകും എന്നുള്ളത് കൊണ്ടാണ് മറ്റൊരു വീഡിയോ ആയിട്ട് ഞാൻ ചെയ്യുന്നത്. അതിൻ്റെ 2ാം ഭാഗം എയർ കംപ്രസറുകളെ കുറിച്ചാണ്. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് കിട്ടുന്നതിന് വേണ്ടിയിട്ട് എൻ്റെ ചാനലിൽ നിങ്ങൾ ആദ്യമായിട്ടാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ബട്ടൺ അമർത്താനും ഒന്നും മറക്കണ്ട. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ ലൈക്കും നൽകുക. താങ്ക് യു ഫോർ വാച്ചിങ് മൈ യൂട്യൂബ് ചാനൽ സകലം.